അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ സമയത്ത് 10 മണിക്ക് ഞാൻ വീഡിയോ ചെയ്യാറില്ല കേട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ 4 മണിക്കാണ് വരുന്നത്. അപ്പോൾ ഈ 10 മണിക്ക് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, പിന്നെ വിത്തുകൾ ഫ്രീ ആയിട്ട് കൊടുക്കണം. അപ്പോൾ കുറേ ആൾക്കാർ പിന്നെ വിളിച്ചിട്ടുമായി പല അന്വേഷണങ്ങളൊക്കെ ഉണ്ടായി. എന്തെല്ലാം വിത്തുകളൊക്കെയാണ് നിങ്ങൾ കൊടുക്കണമെന്ന്, ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊരു ഇതിൽ കൂടെ ഈ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ കൂടി അറിയിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മളടുത്ത് ഈ വെണ്ടക്ക ഉണ്ട് കേട്ടോ. ഇത് നല്ലൊരു വെണ്ടക്കയാണ്, സാമ്പാർ വെണ്ട. അത് വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല. ഇതിന് നല്ല ബ്രാഞ്ചുകൾ ഉണ്ടായിട്ട് ഒരു വെണ്ടയിൽ നിന്ന് തന്നെ 4ഉം 5ഉം വെണ്ടക്ക നമുക്ക് ഒരു ദിവസം പറിക്കാവുന്ന ഒരു വെണ്ടക്കയാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇതൊരു 20 ദിവസമായിട്ടുള്ളൂ, പിന്നെ 20 15 ദിവസമായിട്ടുള്ളൂ നമ്മൾ ഈ വെണ്ട നട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു 10-20 ദിവസം കൊണ്ട് നമുക്കിത് പറിക്കാവുന്ന ഒരു നല്ല വളർച്ച ഉണ്ട് കേട്ടോ. പെട്ടെന്ന് വളരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് വെണ്ടക്കൻ്റെ വിത്ത് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ വേറെ വിത്ത് പറഞ്ഞാൽ കൈപ്പക്കൻ്റെ വിത്താണ് കേട്ടോ. ഞാൻ ഈ വെണ്ടക്ക ഇത് ആണ് കേട്ടോ, നമ്മൾ ഇതുപോലുള്ള വെണ്ടക്കയാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഉള്ളത്. ഇതിൻ്റെ കാലാവധി കഴിഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതിപ്പോൾ വെട്ടി, ഇത് കണ്ടില്ലേ, ഇതൊക്കെ വെട്ടിയിട്ട് വീണ്ടും ഉണ്ടാവുന്നതാണ് കേട്ടോ. അത് ഇതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ നമ്മൾ വെട്ടി കളഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇപ്പം ഇങ്ങനെ വെണ്ടക്ക ഉണ്ടാവുന്നതുകൊണ്ടാണ് അത് നമ്മൾ അങ്ങനെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് പറയാം, വെണ്ടക്ക ഉണ്ട്. പിന്നുള്ളത് നമ്മളടുത്ത് കൈപ്പക്കയാണ് കേട്ടോ. കൈപ്പക്ക ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വഴുതനയുടെ വിത്തുണ്ട് കേട്ടോ. വഴുതനങ്ങ വിത്തുണ്ട്. പിന്നെ വഴുതനങ്ങൻ്റെ വിത്തുണ്ട് കേട്ടോ. മുളകിൻ്റെ വിത്ത്, ഈ മുളകൊരു ശരിയാവണില്ല, ഒരു തുരുമ്പിച്ച കേടാണ്. അപ്പോൾ ഇനി വിത്തിൻ്റെ പ്രശ്നമാണോ ഇതിൻ്റെ കേടാണോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ആ വിത്ത് കൊടുക്കണില്ല കേട്ടോ. മുളകിൻ്റെ വിത്ത് കൊടുക്കണില്ല. ഇതുണ്ടല്ലോ, ഇതിപ്പോൾ ഞാനിവിടെ പറിച്ച് ഈ വഴുതനങ്ങ പറിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇതാണ്. ഇതിനൊരു സുഖമില്ലാത്തൊരു തൈയാണ്. അപ്പോൾ വഴുതനങ്ങൻ്റെ വിത്തുണ്ട്. ഇതൊക്കെ നല്ല മുളക്കണ വിത്തുകളാണ് കേട്ടോ. അതുപോലെ തന്നെ കുക്കുംബറുണ്ട്. അതുപോലെ തന്നെ കുമ്പളങ്ങൻ്റെ വിത്തുണ്ട് കേട്ടോ. ഈ കുമ്പളങ്ങ വല്ലാതെ വലുതാവില്ല കേട്ടോ. ഏറിയ ഒരു 1/2 കിലോ, വലുതായാൽ ഒരു 3/4 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിൻ്റെ വിത്തുണ്ട്. പിന്നെ ഉള്ളത് പയറാണ് കേട്ടോ. ഇത് നല്ല വലിപ്പമുള്ള പയറുകളാണ്. ഒരു 3/4 മീറ്ററോളൊക്കെ വലിപ്പമുള്ള പയറാണിത്. വയലറ്റ് കളറാണ്, വേറെ പച്ച കളറില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളടുത്ത് വഴുതനങ്ങ നീലയുണ്ട്, പച്ചയുണ്ട് കേട്ടോ. 2 കളറ് വഴുതനങ്ങയാണുള്ളത്. അതൊക്കെ നീളം ടൈപ്പാണ് കേട്ടോ, ഉരുണ്ട ടൈപ്പല്ല. തക്കാളിൻ്റെ വിത്ത് ആയിട്ടില്ല, തക്കാളി ആയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പടവലത്തിൻ്റെ വിത്ത് കുറച്ചുള്ളൂ കേട്ടോ. ഏറിയ ഒരു 1-2 പേർക്ക് കൊടുക്കാവുന്ന വിത്തുകളേ ഉള്ളൂ. പിന്നെ കൈപ്പക്ക ഉണ്ട്, കൈപ്പക്കൻ്റെ വിത്തുണ്ട്. പിന്നെ ചിരങ്ങൻ്റെ വിത്താണുള്ളത്, അത് ഞാൻ കൊടുക്കണില്ല കേട്ടോ. അതൊരു അത്യുൽപാദന ശേഷി ഇല്ലാത്ത ഒരു ചെടിയിൽ നിന്ന് ഒരു 3-4 ചിരങ്ങൊക്കെ കിട്ടണുള്ളൂ. അപ്പോൾ തന്നെ അതിൻ്റെ കാലാവധി തീരുകയാണ്. ഒരു അത്യുൽപാദന ശേഷി ഇല്ലയെന്ന് തോന്നിയതുകൊണ്ട് ഞാനതാർക്കും കൊടുക്കണില്ല. നമ്മൾ ഈ വിത്ത് കൊടുക്കുമ്പോൾ ആ വിത്ത് നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു വലിയൊരു ടെൻഷനാണ്. കാരണം എന്ന് പറഞ്ഞാൽ വിത്തിന് കുറഞ്ഞ വില ഉള്ളൂ, പക്ഷെ നമ്മളതിൻ്റെ ബാക്കിലുള്ള അധ്വാനവും പണവും നഷ്ടമൊക്കെ നോക്കുമ്പോൾ അത് നമുക്ക് നല്ല വിത്തല്ലെങ്കിൽ നമുക്കത് വലിയൊരു നിരാശ ഉള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ പടവലത്തിൻ്റെ ഈ ഒരു വിത്ത് ഞാനൊരു പ്രമുഖ കമ്പനീൻ്റെ വിത്താണ് ഞാനത് വാങ്ങിയിട്ടുള്ളത്. അതവർ പറഞ്ഞ് നല്ല നീളം
ടൈപ്പ് പിന്നെ പടവലാണ് ഉണ്ടാവുക. പക്ഷേ ഇത് നീളനല്ല കേട്ടോ. പിന്നെ ഒരു ആവറേജ് വലുപ്പമുള്ളൊരു പിന്നെ പടവലാണ് ഇതിന്മേൽ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഇത് പിന്നെ വല്ലാതെ നീളം ഉണ്ടാവില്ല. ഇത് നീളം ഉണ്ടാവണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ പൂവ് വരുമ്പോഴത്തേന് തന്നെ എങ്ങനെ ആയാലും ഒരു 2-3 ഇഞ്ച് നീളം വണ്ണം കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇതിൻ്റെ അടിഭാഗം വണ്ണം കൂടിയോണ്ട് ഇത് ഏറിയ ഒരു അരമുളം വലിപ്പമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ അതിൻ്റെ കായകളുണ്ടാകുന്നുണ്ട്. അവർ പറഞ്ഞത് പച്ച കളറ് നീളമുള്ളതാണെന്ന് പറഞ്ഞത്, ഒരു 3/4 മീറ്ററോളം വലിപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ആ റിസൾട്ട് നമുക്ക് കിട്ടണില്ല. അപ്പോൾ പക്ഷേ ഇത് നല്ല കായുള്ളതാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവർ പറഞ്ഞ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണില്ലെങ്കിൽ നമുക്കൊരു ടെൻഷനാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അത് വിത്ത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ വേറെ ഏതെങ്കിലും വിത്ത് കൂടിയിട്ട് പരാഗണം നടക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഏതൊരു കമ്പനിയാണെങ്കിലും അതിൻ്റെ ഒരു പിന്നെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിൽ വിത്തൊന്നും വിൽക്കാൻ പാടില്ല. പിന്നെ ഞാൻ അവർക്ക് കംപ്ലൈൻറ്റ് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. അവർ ഇതുവരെ മറുപടി ഒന്നും തന്നിട്ടില്ല. ഞാൻ അവരെ പേരും ഞാൻ വെളിപ്പെടുത്തുന്നില്ല കേട്ടോ. ഒരു വിത്തിൻ്റെ ഒക്കെ ഒരു കമ്പനിയൊക്കെ നമ്മൾ വിത്ത് വിൽപ്പന നമ്മളൊരു ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ അതിൻ്റെ ബാക്കിൽ വലിയൊരു അധ്വാനമുണ്ട്. അത് നമ്മളായിട്ട് നാശാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് കാരണങ്ങളും ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു മെയിൽ ചെയ്തിട്ടുണ്ട്. മറുപടി ഇന്നും നാളെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതെന്തെങ്കിലും ഒരു മറുപടി തരാതിരിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി, ഈ ഒരു വിത്ത് കമ്പനീനെ പറ്റി നമ്മളൊരു കംപ്ലൈൻറ്റ് പറയുമ്പോൾ അവരതിൻ്റെ ഗൗരവത്തിലെടുക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളെ അടുത്തുള്ള വിത്ത് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. പിന്നെ കുക്കുംബറാണ് ആദ്യമായിട്ട് കാണിക്കുന്നത്. കുക്കുംബറുണ്ട്, പിന്നെ ഞാൻ കാണിച്ചെന്നില്ല നീല പയറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളടുത്ത് ചീര ഉണ്ട്. ഇത് പച്ചയാണ്. പിന്നെ ഇതിൻ്റെ ചുവപ്പ് ചീരയുണ്ട് കേട്ടോ. 2 ഐറ്റംസ് ചീര ഉണ്ട്. അതുപോലെ തന്നെ മത്തനുണ്ട് കേട്ടോ. ഇത് മഞ്ഞ കളറ് മത്തനാണ് കേട്ടോ. ആ മത്തനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് പിന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. അതൊരു നല്ല ഒരു മഞ്ഞ കളറുള്ള ഒരു മത്തനാണ്. വലിയ വലുപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു കിലോൻ്റെ താഴേക്ക് ആ മത്തനുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കൈപ്പക്ക ഉണ്ട് കേട്ടോ. കൈപ്പക്കൻ്റെ വിത്തുണ്ട്. കുമ്പളൻ്റെ വിത്തുണ്ട് കേട്ടോ. കുമ്പളം പിന്നെ വലിയ വലിപ്പം ഉണ്ടാകാത്ത, പിന്നെ ഒരു 3/4 കിലോ, ആവറേജ് ഒരു 3/4 കിലോ വലിപ്പം ഉണ്ടാകുന്ന ചെറിയൊരു സൈസ് കുമ്പളമാണ്. പിന്നെ മെഡിസിൻ വാല്യൂ ഉള്ളൊരു കുമ്പളമാണത്. അങ്ങനെ എല്ലാവരുടെ അടുത്തും അതിൻ്റെ വിത്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കുമ്പളത്തിൻ്റെ വിത്തുമുണ്ട്. പിന്നുള്ളത് വഴുതനങ്ങയാണ് കേട്ടോ. വഴുതനങ്ങ പച്ച കളറാണിത്. പിന്നെ വഴുതനങ്ങ നീല കളർ കേട്ടോ. 2 പിന്നെ സൈസ് വഴുതനങ്ങയാണുള്ളത്. പിന്നുള്ളത് വെണ്ടയ്ക്കയാണ് കേട്ടോ. വെണ്ടൻ്റെ വിത്തുണ്ട്. ഇത്ര പിന്നെ വിത്തുകളാണ് നമ്മളെ അടുത്തുള്ളത്. അപ്പോൾ ഇത്ര വിത്തുകളാണ് നമ്മളെ അടുത്തുള്ളത് കേട്ടോ. 10 ഐറ്റംസ് വിത്തുകളാണുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഞാൻ പിന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അഡ്രസ്സ് അതിൽ നിങ്ങളൊരു കവർ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഈ വിത്തുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചയച്ചു തരും കേട്ടോ. അപ്പോൾ ഈ വിത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിബന്ധനകളൊന്നുമില്ല കേട്ടോ. എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, അങ്ങനെയൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾക്ക് ഈ വിത്ത് വേണമെങ്കിൽ കവർ അയച്ചു തരാം, ഞാൻ അതിൽ തിരിച്ചയച്ചു തരും. 10 ഐറ്റംസ് പിന്നെ വിത്തുകളാണുള്ളത്. പിന്നെ പറയാനുള്ളത്, ഈ കൈപ്പക്ക 2 വിധം കൈപ്പക്ക ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇതാണ് കാണിച്ചത്. അതിൻ്റെ വേറൊരു ഇതാണ് ഈ കൈപ്പക്ക കേട്ടോ. ഇത് പിന്നെ നീളൻ പിന്നെ കൈപ്പക്കയാണ് കേട്ടോ. നല്ല നീളം ഉണ്ടാവും. പിന്നെ ഒരു അടിയിലേറെ നീളമുള്ള പിന്നെ കൈപ്പക്ക ഉണ്ടാവും. ഇത് ഒരു അടി ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല വണ്ണത്തിൽ നല്ല കായ്ക്കണ പിന്നെ കൈപ്പക്കയാണത്. അപ്പോൾ നമ്മളടുത്ത് 2 വിധം കൈപ്പക്കയാണുള്ളത്. അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന്
അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം.